ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് ചിക്കൻ കറി വെച്ചാലോ. അപ്പോൾ ഈ ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് പോകുന്നത്. രാവിലെ ഒരു 8:30 ആയപ്പോൾ തന്നെ നമ്മൾ ചിക്കൻ വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാനും ചേട്ടനുമാണ് ചിക്കൻ വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. പോയിട്ട് വന്നിട്ട് വീട്ടിൽ തന്നെ നട്ടിരുന്ന മരിച്ചിനി ചേട്ടൻ പിഴുതെടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അവയ്ക്കേണ്ട മരിച്ചിനി വീട്ടിൽ നിന്ന് തന്നെ കിട്ടി, അതുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല. പിന്നെ ചിക്കൻ കൊണ്ടുവന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. സവാളയൊക്കെ അരിഞ്ഞിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചട്ടി വെച്ച് എണ്ണ വീത്തി കടുക് പൊട്ടിച്ച് കരിവേപ്പില ഇട്ടതിന് ശേഷം സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വശക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. ഗരം മസാല വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചിക്കൻ കഴുകി വൃത്തിയാക്കി. പിന്നെ കുരുമുളകും ഗരം മസാലയൊക്കെ പൊടിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടനാണ് പൊടിച്ചെടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഉള്ളി വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് കുരുമുളകും മസാലയും പിന്നെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് വെന്തതിന് ശേഷമാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ തക്കാളിയും മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. മോളെയും കൊണ്ടാണ്. അവൾക്ക് ചെറിയൊരു പനി, അപ്പോൾ അവളെ കാണിച്ചു. ഇപ്പോൾ അവൾ ഓക്കെയാണ്. പിന്നെ വരണ വഴിക്ക് ഞാനും ചേട്ടനും ഒരു ഡ്രിങ്ക്സ് കുടിച്ചിട്ടുണ്ടായിരുന്നു. ചൂടല്ലേ, പിന്നെ ഡ്രിങ്ക്സൊക്കെ കുടിച്ചു. എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബൈ.